ഇപ്പൊ നമ്മുടെ ഗൂം റിവെഞ്ച് ടൈം എന്ന് പറഞ്ഞ് അവന് വെള്ളം എടുത്ത് സിയുടെ ഫേസിനകത്ത് ഒഴിക്കും. അങ്ങനെ ഇത് കണ്ട് അവള് ഷോക്കായി നോക്കുമ്പോഴാണ് നമ്മുടെ ഗൂം ചിരിച്ചോണ്ട് വെരി ഗുഡ് മോർണിംഗ് എന്നിട്ട് അവൻ പറഞ്ഞതോടെ നമ്മുടെ സി എഴുന്നേറ്റ് അവനിട്ട് ഒട്ടിക്കും. അങ്ങനെ അതിനുശേഷം ഇന്നോട്ട് ഇവർക്ക് 2 ഹോളിഡേ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ സിയും അവളുടെ കൂട്ടുകാരെ കാണാൻ വേണ്ടി വീട്ടിൽ പോകും. അങ്ങനെ അവളെ കണ്ടതോടെ ജാൻ ഓടിന്ന് ഹഗ് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ അകത്തിരുന്നോണ്ട് നമ്മുടെ ജാന്റെ കൂട്ടുകാരിമാരെ കണ്ടിട്ട് എടി ഇവൾക്ക് നാണമാനൊന്നുമില്ല, ഇവള് രാവിലെ തന്നെ ഇങ്ങനെ ഒരു ആളിനെ ഇങ്ങനെ ഹഗ് ചെയ്ത് നടക്കുന്നു എന്നിന് അവളുമാരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കാരണം ഇത് 90s കാലഘട്ടമാണ്. പക്ഷെ അതേസമയം നമ്മുടെ സി ഒരു പെണ്ണാന്ന് അവളുടെ കൂട്ടുകാരി ജാനിന് മാത്രമേ അറിയത്തുള്ളൂ, ബാക്കി ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് ഇവെല്ലാം തെറ്റായ രീതിയിൽ നോക്കും. അങ്ങനെ അതിനുശേഷം ജാനും അവളുടെ കൂട്ടുകാരിയെ നാച്ചുറൽ ഗെറ്റപ്പ് ആക്കി അവളുടെ അമ്മയെ കൊണ്ടുപോയി കാണിക്കും. കാരണം നമ്മുടെ സിക്ക് ഫാമിലി ആയിട്ട് ഇവർ മാത്രമേ ഉള്ളൂ, അവൾക്ക് ചേട്ടൻ മാത്രമേ ഉള്ളായിരുന്നു. അതൊരു കാർ ആക്സിഡന്റിൽ മരിച്ചുപോയി കാണും. അങ്ങനെ അവളുടെ ഫാമിലിയായിട്ട് സംസാരിച്ചിട്ട് നമ്മുടെ ജാന് സിയെ വിളിച്ചോണ്ട് ഒരു സ്ഥലം വരെ പോകുമ്പോഴാണ് ഇതൊന്നും മനസ്സിലാവാതെ സിയും എടി നീ എന്നെ എവിടൊക്കെ വിളിച്ചോണ്ട് വന്നാ, എനിക്കൊന്നും പിടിയിട്ടുന്നില്ല എന്നിട്ട് അവളും ചോദിക്കുമ്പോഴാണ് നമ്മുടെ ജാന് സർപ്രൈസ് എന്ന് പറഞ്ഞ് അവളുടെ കൂട്ടുകാരി ലേഡി സൂപ്പർ സ്റ്റാറിനെ കാണാൻ വേണ്ടി കൊണ്ടുപോകും. പക്ഷെ അതേസമയം നമ്മുടെ സിക്ക് സൂപ്പർ സ്റ്റാറിനും ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. കാരണം ഇവർ ആദ്യത്തെ മീറ്റിൽ തന്നെ വലിയ പ്രശ്നം നടന്നതാണ്. ഇതൊന്നറിയാൻ നമ്മുടെ ജാനും സർപ്രൈസ് എന്ന് പറഞ്ഞ് അവളെ വിളിച്ചോണ്ട് സൂപ്പർ സ്റ്റാറിനെ കൊണ്ടേ കാണിക്കും. അപ്പോഴാണ് നമ്മുടെ സൂപ്പർ സ്റ്റാറും സിയെ കണ്ടിട്ട് ഇവളെ ഞാൻ വേറെ വേഷത്തെ എവിടെ കണ്ടിട്ടുണ്ടല്ലേ, അതും ഒരു യുദ്ധം നടന്ന സീനിലായിരുന്നു എന്നിട്ട് അവളിങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട്. നമ്മുടെ സി ഇങ്ങനെ പേടിച്ചിരിക്കും. അപ്പോഴാണ് ജാനും ഓ അത് വിടടി ഇവളെന്റെ കൂട്ടുകാരിയാ, നമുക്കോ ഇപ്പൊ ഫുഡ് ഓർഡർ ചെയ്യാം എന്നിട്ട് അവൾ പറയുമ്പോഴാണ് ഇത് കേട്ട് സൂപ്പർ സ്റ്റാറും ഓ ഒന്ന് നിക്കി, നമുക്ക് ഇപ്പൊ കഴിക്കാൻ പറ്റത്തില്ല, കാരണം എന്നെ വൺ സൈഡ് ആയിട്ട് പ്രേമിക്കുന്ന ആ ഷെന്നിന്റെ ചേട്ടൻ ഇവിടെ വരുവാന്ന് പറഞ്ഞേക്കുക, അവരും കൂടെ വരട്ട് എന്നിട്ട് അവൾ പറയുമ്പോഴാണ് കറക്റ്റ് ആ സമയത്ത് ഷെന്നിന്റെ ചേട്ടൻ മാത്രമില്ലാതെ ഷെന്നിനെയും വിളിച്ചോണ്ട് അവിടെ വരും. അങ്ങനെ ഇത് കണ്ടതോടെ നമ്മുടെ സി മൊത്തത്തിൽ ഞെട്ടിപ്പോവും. അപ്പോഴാണ് ഷെന്നിന്റെ ചേട്ടൻ അവിടെ നിന്നിട്ട് ആ സോറി നിങ്ങൾ എനിക്ക് വേണ്ടി കുറെ വെയിറ്റ് ചെയ്തോ, ഇതെന്റെ അനിയൻ ഷെന്ന, അവൻ ഇപ്പൊ എബ്രോഡ് ഇരുന്ന് ഇവിടുത്തെ മിലിറ്ററി സ്കൂളിൽ ചേർന്നേ ഉള്ളു എന്നിന് അവനെ പരിചയപ്പെടുത്തുമ്പോഴാണ് അവന് നമ്മുടെ സിയെ നോക്കിയിട്ട് നിന്നെ ഞാൻ എവിടെയാ കണ്ടിട്ടുണ്ടല്ലേ എന്നിന് അവനിങ്ങനെ തുറച്ചു വെക്കും. അങ്ങനെ അതോടെ നമ്മുടെ സി മൊത്തത്തിൽ പേടിച്ചിട്ട് അയ്യോ ഞാനില്ലേ എന്നിന് അവൾ ഒറ്റരോട്ടം കൂടി പോകും. അങ്ങനെ ഇത് കണ്ട ജാനും മനസ്സിലാവാതെ അവളുടെ പുറകെ പോകുമ്പോഴാണ് നമ്മുടെ സിയും ദേഷ്യപ്പെട്ട് എടി നീ സർപ്രൈസ് എന്ന് പറഞ്ഞ് എന്തോടി കാണിച്ചു വെച്ചേക്കുന്നത്, ആ ലേഡി സൂപ്പർ സ്റ്റാറിന് എന്നെ അറിയാം, അവൾ എന്നെ ആണായിട്ട് കണ്ടിട്ടുള്ളയാ, പിന്നെ ഷൻ അവൻ എന്റെ മിലിറ്ററി സ്കൂളിലാടി, അവ മാത്രം ഞാൻ പെണ്ണാന്ന് കണ്ടുപിടിച്ചാ പിന്നെ എന്റെ അവസ്ഥയാ എന്നിന് അവള് ശബ്ദം ഉണ്ടാക്കുമ്പോഴാണ് ഇത് കേട്ട് ജനം അയ്യോ ഞാൻ അത് മറന്നുപോയല്ല, ഈ ഷെന്നൊക്കെ ഒരു ഞാൻ എങ്ങനെ അറിഞ്ഞ്, എന്തായാലും കുഴപ്പമില്ല നമ്മൾ അവരറിയാതെ നൈസിന് ഇവിടെ എസ്കേപ്പ് ആവും ഏതെങ്കിലും ഇവർ രണ്ടുപേരും അവിടെ നിന്ന് മുങ്ങും. അപ്പോഴാണ് കറക്റ്റ് അതേ സമയം ഇവർ ചെന്ന് കടന്നത് നമ്മുടെ ഗൂഢ ഫ്രണ്ടിലാണ്. അങ്ങനെ അവനും കാർ ഇങ്ങനെ സൈഡിൽ കൊണ്ട് നിർത്തുമ്പോൾ ഇവനെ കണ്ട് പേടിച്ച് ഇവളുമാർ രണ്ടും ഒരു ഫ്ലവർ ഷോപ്പിൽ ചെന്ന് വിളിയും. അപ്പോഴാണ് പെട്ടെന്ന് ഗൂവും വെയിറ്റ് എനിക്കറിയാവുന്ന ആരെയോ ഞാൻ ഇവിടെ കണ്ടിപ്പം, അതും എനിക്ക് നല്ലോണം പരിചയപ്പെട്ട ഒരു ഫേസ് എന്നിന് അവൻ ആ ഫ്ലവർ ഷോപ്പൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ആ ഒരു എന്റെ തെറ്റിദ്ധാരണയായിരിക്കും എന്നിന് അവനും ഡ്രൈവറിനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് നമ്മുടെ സിക്ക് ആശ്വാസിരുന്നത്, കാരണം ഗൂ അറിഞ്ഞ മൊത്തത്തിൽ അവള് പെട്ട്. അങ്ങനെ ഗൂവും ഫുൾ ബോട്ടിൽ അടിച്ച് അവന് ഫിറ്റ് ആയിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് 2-3 പേര് അവനെ ചുറ്റി വളയ്ക്കുന്നത്. അങ്ങനെ ഇത് കണ്ടോടെ അവന് ഷോക്കായിട്ട് ആരാ നീയൊക്കെ, ഞാനെന്തോ അത്രയ്ക്ക് വലിയ ഡോൺ ആയോ, എന്നെ അടിക്കാൻ ആൾക്കാരൊക്കെ വന്നേക്കുന്നത്, ശരി ശരി വെയിറ്റ് നിങ്ങൾ ആരാ പറഞ്ഞയച്ചേ, കാരണം ഞാൻ കുറെ പേരായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് അവൻ ചോദിക്കുമ്പോഴാണ് സൈഡിൽ ഇരുന്ന് ഒരു ഫീമെയിൽ വോയിസ് കേൾക്കുന്നത് എടാ ഞാൻ പറഞ്ഞയച്ച ആളാടാ അത്, നീ എന്നെ മറന്നോ, പ്രതികാരത്തിന്റെ പ്രതികാരം, നീ എന്നെ പൊക്കിക്കൊണ്ടുപോയതിന് ഇന്നാണ് എന്റെ റിവെഞ്ച് ടൈം എന്നിനെ ലേഡി സൂപ്പർ സ്റ്റാർ മാസമായിട്ട് നിൽക്കുമ്പോഴാണ് ഇത് കണ്ട് അവനൊരു ലുക്ക് എടുത്തിട്ട് അയ്യേ നീയായിരുന്നോ, ഞാൻ വലിയ രീതിക്ക് എന്തോ ചിന്തിച്ചു പോയി, നിന്റെ പൊടിപ്പയന്മാരെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം എന്നിന് അവന് ഓടിച്ചെന്ന് അവന്മാരിൽ അടിച്ചിടും. അങ്ങനെ ഇത് കണ്ടവിടെ അവളും പേടിച്ചിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് മുങ്ങാൻ നോക്കുമ്പോഴാണ് അവന് ഫ്രണ്ട് ചെന്നിട്ട് അയ്യോ എവിടെ പോന്നു മാഡം, ഏതാണ്ടൊക്കെ ചെയ്യും റിവെഞ്ച് ടൈം എന്നൊക്കെ ഡയലോഗ് കിട്ടിയ ഇപ്പൊ എന്തായി എന്നിന് അവനും കളിയാക്കിയതോടെ പെട്ടെന്ന് അവളും ചമ്മി പോയിട്ട് എടാ ഗു നിന്നെ അടുത്ത പ്രാവശ്യം നോക്കിക്കോളാടാ എന്നിന് അവളും പറഞ്ഞോണ്ട് അവിടെ നിന്ന് ഓടി പോകും. അതിനുശേഷം നമ്മുടെ ഗൂം ഹോളിഡേ കഴിഞ്ഞിട്ട് അവന് 2-3 ബോട്ടിലായിട്ട് തിരിച്ച് മിലിറ്ററി സ്കൂളിൽ പോകും. അപ്പോഴാണ് കറക്റ്റ് ഇതേ സമയം ഒരു കമാൻഡർ ഈ ബോട്ടിലാണുന്നത്, അതായത് ഇതിനു മുമ്പ് നമ്മുടെ ഗൂന്റെ ബോട്ടിൽ തട്ടിപ്പറിച്ച അതേ കമാൻഡറാണ്. എന്നിട്ട് നമ്മുടെ ഗൂവും ഡോർമിലേക്ക് ചെന്നിട്ട് എടാ എന്റെ കുടിക്കാൻ ബോട്ടിലുണ്ട്, നിങ്ങളുടെ സ്നാക്സ് ഉണ്ടെങ്കിൽ 2-3 വിളിച്ചോണ്ട് എന്റെ റൂമിലേക്ക് പോവാ, നമുക്ക് എൻജോയ് ചെയ്യാം എന്നിട്ട് അവന് പുതിയതായിട്ട് മറ്റുള്ളവന്മാരും വിളിച്ചിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവന്മാരും കുടിക്കാൻ വേണ്ടി ഗു കപ്പോ എല്ലാം ഞാൻ എടുത്തോണ്ട് വരാടാ പോയി എടുത്തോണ്ടോടാ എന്നിട്ട് അവന്മാര് പറഞ്ഞയച്ചിട്ട് ഇവൻ ഒറ്റയ്ക്ക് സ്നാക്സും ഡ്രിങ്ക്സ് ഒക്കെ എടുത്ത് ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ബാക്കിൽ കൂടെ ഒരാളിങ്ങനെ വിളിച്ചിട്ട് എക്സ്ക്യൂസ് മീ എനിക്കൊരു ബോട്ടിൽ കിട്ടുമോ എന്നിനെ കമാൻഡർ നിന്നോടെ നമ്മുടെ ഗൂൻ ചെറിയ ടെൻഷനായിട്ട് അയ്യോ കമാൻഡർ നിങ്ങൾക്ക് എന്തിനാ വെള്ളം, ഇത് സാധാ കുടിക്കുന്ന വെള്ളം കണ്ടില്ലേ, ദിസ് ഈസ് വാട്ടർ ബോട്ടിൽ എന്നിന് അവനും കാണിക്കുമ്പോഴാണ് കറക്റ്റ് അയാളെല്ലാം കണ്ടുപിടിച്ചിട്ട് വാട്ടർ ബോട്ടിലോ മോനെ കുടിക്കുന്നത് ഞാൻ ഫസ്റ്റാ, അതിങ്ങട് ഈ ഒരാഴ്ചയല്ല 1 മാസത്തേക്ക് നീ വേണം ടോയ്ലറ്റ് എല്ലാം ക്ലീൻ ചെയ്യാൻ എന്നിന് അവനൊരു വലിയ പനിഷ്മെന്റ് കൊടുത്തിട്ട് ആ ഡ്രിങ്ക്സ് എടുത്തോണ്ട് അയാൾ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് നമ്മുടെ സിയും അവളും കഴിക്കാൻ വേണ്ടി സ്നാക്സ് ആയിട്ട് റൂമിലേക്ക് വരുന്നത്. അപ്പൊ ഇത് കണ്ടതോടെ കമാൻഡറും ഓക്കെ അവന്റെ റൂമേറ്റ് നീയല്ലേ, നീയും കൂടെ 1 മാസം ടോയ്ലറ്റ് ക്ലീൻ ചെയ്തേക്ക് എന്നിനെ പറഞ്ഞിട്ട് പോയതോടെ നമ്മുടെ സിക്ക് ഒന്നും മനസ്സിലാകത്തില്ല, ഞാൻ ഇന്നിനെ വെറുതെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യണം എന്നിന് അവൾ റൂമിലേക്ക് ചെന്നിട്ട് എടാ തോൽവി നീ എന്തുവാ ചെയ്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനാണ് ടോയ്ലറ്റിൽ വേണം എന്നിന് അവളും ചൂടായതോടെ നമ്മുടെ ഗു ഒന്നും പറയാതെ ഇവർ രണ്ടുപേരും കൂടെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്തോണ്ടിരിക്കും. പക്ഷെ അതേസമയം നമ്മുടെ സി ജോലി ചെയ്യുമ്പോൾ ഗു ഒന്നും ചെയ്യാതെ
അവന് ഹാപ്പി ആയിട്ട് മേളിൽ ഒരു കയറി കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കും. ഇത് കണ്ട് അവളും ദേഷ്യപ്പെട്ട്, എടാ ഞാനിവിടെ ക്ലീൻ ചെയ്യുന്ന നിനക്ക് വേണ്ടിയാ, പക്ഷെ എന്തോ തെറ്റിയതെന്നല്ല എനിക്ക് അറിയത്തില്ല, മര്യാദയ്ക്ക് താഴെ ഇറങ്ങിയോളാ. എന്നിട്ട് അവൾ വിളിക്കുമ്പം അവന് മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ കണ്ണുറന്ന് നോക്കിയിട്ട് പെട്ടെന്ന് കിടന്നുറങ്ങും. അപ്പോഴാണ് അവളും, ഓ എങ്കിൽ ശരി, ഞാൻ ഇപ്പൊ നിന്നെ പേടിപ്പിച്ചുതരാം. എന്നിട്ട് അവളും പറയും, മിസ്റ്റർ ഗു, ഇതിനുമുമ്പ് കമാൻഡർമാരെ വെള്ളത്തിൽ കുളിപ്പിച്ചപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ ഞാൻ ഈ ജോലി ചെയ്യുന്നില്ല, നമുക്ക് രണ്ടുപേരും കൂടെ ഒരുമിച്ച് കുളിക്കാം. എന്നിട്ട് അവളത് ഓർമ്മിപ്പിച്ചോടെ നമ്മുടെ ഗുവും പെട്ടെന്ന് പേടിച്ചിട്ട് അവനും താഴേക്ക് വരും. അതിനുശേഷം അവനും, സി നിനക്ക് ജോലി അങ്ങനെ എളുപ്പത്തിൽ തീർക്കണമെന്നൊന്നും അറിയത്തില്ല, ഞാൻ കാണിച്ചുതരാം. എന്നിട്ട് അവന് വലിയൊരു വണ്ടി കൊണ്ട് വന്നിട്ട് അതിൽ നിന്ന് ഡയറക്റ്റ് ബാത്റൂമിനകത്ത് എല്ലാം ഇങ്ങനെ അടിക്കാൻ പറയും. അങ്ങനെ ഇവരുടെ സന്തോഷത്തോടെ ആ ബാത്റൂം എല്ലാം ഒറ്റയടി ക്ലീൻ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ബാത്റൂമിനകത്ത് ഒരാളുടെ അനക്ക ഇങ്ങനെ കാണുന്നത്. അപ്പൊ ഇത് കണ്ട് സിയും, എടാ അകത്താരണ്ടുണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് അവള് പറഞ്ഞവിടെ അവന് പതുക്കെ ഇങ്ങനെ പൈപ്പ് സ്ലോ ചെയ്യും. അപ്പോഴാണ് അവള് നോക്കുമ്പം ഇവരുടെ മെയിൻ കമാൻഡർ വെള്ളത്തിൽ തന്നെ നിൽക്കുന്നത്. അങ്ങനെ അതോടെ ഇവരുടെ പനിഷ്മെന്റ് ആയിട്ട് വലിയ മരക്കഷ്ണം എടുത്ത് ഇങ്ങനെ ഗ്രൗണ്ട് വെച്ചിട്ട് ഓടാൻ പറയും. അപ്പോഴാണ് അവളും ദേഷ്യപ്പെട്ട്, എടാ തോൽവി, നിന്നെ പോലെ നിന്റെ ഐഡിയ മണ്ടത്തരമാണല്ലോ. എന്നിട്ട് അവൾ പറയും അവനും, അതും നല്ല ഐഡിയ എന്ന് വിശ്വസിച്ച് നീയും കൂട്ടുന്നില്ലേ, അപ്പൊ നീ എത്ര വലിയ മണ്ടനാ. എന്നിട്ട് ഇവരുടെ വഴക്കുണ്ടായിക്കൊണ്ട് തിരിച്ച് ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പോകുമ്പോഴാണ് അവിടെ ഫുഡെല്ലാം തീർന്നു പോയേക്കുന്നത്. അപ്പൊ അവളും വിഷമിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഗൂവിന് മാത്രം ഒരു ബ്രെഡ് കിട്ടിയേക്കും. അങ്ങനെ അവളെ കൊതിപ്പിച്ചോണ്ട് പാതി ബ്രെഡ് നക്കി വെച്ചിട്ട് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ അതോടെ അവളും ദേഷ്യത്തി പുറത്തേക്ക് ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് നമ്മുടെ ഷെന്നിത് കണ്ടിട്ട്, സി നീ ഒന്നും കഴിച്ചില്ലെന്ന് തോന്നല്ലേ, ഞാൻ വേണം നിനക്ക് ബിസ്ക്കറ്റ് എടുത്തോണ്ട് വരാം. എന്നിട്ട് അവനും റൂമിൽ നിന്ന് ബിസ്ക്കറ്റ് പാക്കറ്റ് എടുത്തോണ്ട് വരുമ്പോഴാണ് അവളും പെട്ടെന്ന് ഷോക്കായിട്ട്, ഇവൻ ആരോട് സംസാരിക്കത്തില്ലല്ലോ, ഇപ്പൊ എനിക്ക് സ്നേഹത്തോടെ ബിസ്ക്കറ്റ് ഒക്കെ തരുന്നത്. എന്നിങ്ങനെ അവള് ഷോക്കായി റൂമിൽ ചെന്ന് അതെടുത്ത് കഴിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് കറക്റ്റ് ആ സമയത്ത് സോങ് അവിടെ നിന്നിട്ട്, സി നീ ഉച്ചയ്ക്ക് കഴിച്ചില്ലെന്ന് പറഞ്ഞ്, ഞാൻ വേണി ഫുഡ് കൊണ്ടുവരട്ടെ. എന്നിട്ട് അവന് സ്നേഹത്തോടെ ചോദിച്ചോടെ ഇത് കേട്ട് അവളും, ഓ വേണ്ട, എനിക്ക് ഷെൻ ബിസ്ക്കറ്റ് എന്നായിരുന്നു. എന്നിട്ട് അവളും പറഞ്ഞിട്ട് ട്രെയിനിന് വേണ്ടി പോകും. അപ്പോഴാണ് ട്രെയിനിങ് സമയത്ത് നമ്മുടെ സിയും ലീയും കൂടെ ഒരുമിച്ച് മത്സരം നടത്തും. അപ്പോഴാണ് ലീക്ക് കിട്ടിയ ചാൻസ് ആണെന്ന് പറഞ്ഞ് നമ്മുടെ സി ഇട്ട് അടിച്ചു പൊട്ടിക്കും. അങ്ങനെ ഇത് കണ്ട് സോങ്ങും ചോക്ലേറ്റ് ബോയൊക്കെ ഇങ്ങനെ വിഷമിച്ച് നോക്കുമ്പോഴാണ് നമ്മുടെ സിയും പ്രതികാരം വീട്ടാൻ വേണ്ടി അവനെ അടിച്ച് തറയിലാക്കുന്നത്. അങ്ങനെ അതോടെ അവരെല്ലാം ഹാപ്പിയാകും. പക്ഷെ തോറ്റ ദേഷ്യത്തി നമ്മുടെ ലീ എഴുന്നിട്ട് വന്ന് അവളെ നോക്കി ഒറ്റ റെഡി വെച്ച് കൊടുക്കും. അങ്ങനെ അതോടെ അവളുടെ കൈക്ക് ചെറിയ ഇഞ്ചുറി പറ്റും. അങ്ങനെ ഇത് കണ്ടതോടെ നമ്മുടെ ഗൂവും ദേഷ്യപ്പെട്ട് അവന് ചാടി വന്ന് ലീയെ തറയിലാക്കും. അപ്പോഴാണ് ഗു അവൻ അടിച്ചിട്ടേക്കുന്നുണ്ട് നമ്മുടെ കമാൻഡർ വന്നിട്ട്, എന്തുവാണ് നീ കാണിക്കുന്നത്, സി നിന്റെ കൈക്കൊന്നും കുഴപ്പമില്ലല്ലോ, എടാ ഗു നീ അവളെ വിളിച്ചോണ്ട് ക്ലിനിക്കിൽ പോ. എന്നിട്ട് അവനെ പറഞ്ഞേക്കും. അതിനുശേഷം ഗു അവളെ വിളിച്ചോണ്ട് ക്ലിനിക്കിൽ പോകുമ്പോഴാണ് ഡോക്ടറും അവളുടെ ഷർട്ട് വരാൻ പറയുന്നത്. അങ്ങനെ അതോടെ അവളും പെട്ടെന്ന് ഇറുക്കി പിടിച്ചിട്ട്, എന്തുവാ ഷർട്ട് വരാനാ? ഇല്ല ഡോക്ടർ, നിങ്ങൾ ഇങ്ങനെ തന്നെ എന്നെ ട്രീറ്റ് ചെയ്താ. എന്നിട്ട് അവള് പറയും. അപ്പോഴാണ് ഡോക്ടറും, ഓ നിനക്ക് സെൻസ് ഇല്ലേ, നിന്റെ കൈ ഞാൻ ഇങ്ങനെ ഇരുന്ന് എങ്ങനെ നോക്കുന്നത്, മര്യാദക്ക് ഡ്രസ് റൂം പോയി. എന്നിട്ട് ഡോക്ടർ പറഞ്ഞോടെ അവളും പെട്ടെന്ന് ഒറ്റരോട്ടം അവിടെ നിന്ന് ഓടിപ്പോകും. അങ്ങനെ ഇത് കണ്ടതോടെ നമ്മുടെ ഗുയ്ക്ക് ഒന്നും മനസ്സിലാവാതെ ഇവന് നിന്നെ പെട്ടെന്ന് ഓടിപ്പോന്ന്. എന്നിട്ട് അവനും ഡോക്ടറിൽ നിന്ന് മെഡിസിൻ വാങ്ങിച്ചിട്ട് അവൻ തിരിച്ച് ഡോമിലേക്ക് പോകും. എന്നിട്ട് അവളെ കാണാതെ പെട്ടെന്ന് അവനും, അത് പിന്നെ ഈ മരുന്നെങ്കിലും നീ അപ്ലൈ ചെയ്യ്, ഞാൻ പോവാ. എന്നിട്ട് പതുക്കെ അവൻ പോയിട്ട് സ്ലോ മോഷന് വീണ്ടും ഇങ്ങനെ ബാക്കിലോട്ട് നിന്നിട്ട്, സി എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഒരുപക്ഷെ നീ പെണ്ണാണോ? എന്നിന് അവനും ചോദിച്ചോടെ ഇത് കേട്ട് മൊത്തത്തിൽ അവള് ഷോക്കാവും. അപ്പോഴാണ് അവൻ തന്നെ നീയൊന്നും പെണ്ണാൻ സാധ്യതയില്ല, ഒരേശം അങ്ങനെയാണ്, ഈ ഫേസ് കാര്യം കാണാനാ. എന്നിന് അവൻ തന്നെ കളിയാക്കിയിട്ട് അവിടെ നിന്ന് പോകും. പക്ഷെ ഗു അവളുടെ സത്യം എല്ലാം കണ്ടുപിടിക്കുന്ന പറഞ്ഞ് അവൾ ഒരു സെക്കൻഡ് ഇങ്ങനെ പേടിച്ചു പോകും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ സിയെ കാണാൻ വേണ്ടി അവളുടെ അച്ഛൻ വരും. അതുകൊണ്ട് അവളും പേടിച്ച് അവളുടെ അച്ഛനെ കാണാൻ പോകും. കാരണം നമ്മുടെ സി മിലിറ്ററി ജോയിൻ ആയ കാര്യമൊന്നും അവരുടെ ഫാമിലിക്ക് അറിയത്തില്ല. അവള് പറഞ്ഞേക്കുന്നത് കോളേജിൽ പഠിക്കുക എന്നാണ്. അങ്ങനെ ഈ സത്യം എന്നറിയാതെ നമ്മുടെ അച്ഛനും സിയും വിളിച്ചോണ്ട് അന്ന് ഒരു പാർട്ടിക്ക് പോകും. അതേ പാർട്ടിയിലാണ് നമ്മുടെ ഷെന്നും അവന്റെ ചേട്ടനായിട്ട് അവിടെ ഇരുന്നത്. ഇത് കണ്ടതോടെ നമ്മുടെ സി മൊത്തത്തിൽ ഷോക്കായി. അവളുടെ ഫേസ് കാണാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ഫേസ് ഫുള്ളും കേക്കാക്കും. കാരണം ഇപ്പൊ നമ്മുടെ സി പെൻവേഷ ആയതുകൊണ്ട് ഒരുപക്ഷെ ഷെൻ എല്ലാ സത്യം കണ്ടുപിടിക്കുന്ന പേടിച്ച് അവൾ അവിടെ നിന്ന് ഓടും. അതിനുശേഷം നമ്മുടെ ഷെന്നിന് ചേട്ടനും അവളെ സൂപ്പർ സ്റ്റാർ നിൽക്കുന്നിട്ട് റൊമാൻറ്റിക് ആയിട്ട് അടുത്ത് ഇങ്ങനെ സംസാരിക്കും. ഓ മൈ ഗോഡ്, ഈ സുന്ദരി ഇവിടെ ആരാ ഇൻവൈറ്റ് ചെയ്ത്? നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ ഞാൻ ലൈറ്റ് എല്ലാം ഓഫ് ആക്കാൻ പറഞ്ഞേനെ. കാരണം ഇത്രയും വലിയ പ്രകാശം ഇവിടെ ഉള്ളപ്പം എന്തിനാ വെറുതെ ലൈറ്റ്? എന്നിനെ ഉള്ള എല്ലാ റൊമാൻറ്റിക് ഡയലോഗ് എടുത്ത് നമ്മുടെ ഷെന്നിന് ചേട്ടൻ പറയുന്ന കേട്ട് അവരിങ്ങനെ നാണിച്ചിരിക്കും. അപ്പോഴാണ് കറക്റ്റ് ആ സമയം ജപ്പാനീസിലെ ബിസിനസ്മാൻ അവിടെ നിന്നിട്ട് നമ്മുടെ ഷെന്നിന് ചേട്ടനോട് പറയും, ഓ ഇതായിരുന്നോ നിന്റെ കിടിലൻ ഗേൾ ഫ്രണ്ട്? കഴിഞ്ഞ തവണ ആരാണ്ട് എല്ലാ ഫ്രണ്ട് വെച്ച് പൊക്കെ എടുത്തോണ്ട് ഞാൻ അറിഞ്ഞല്ലേ, സൂക്ഷിച്ചോ, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം സത്യമായിട്ട് ആരെയും കിഡ്നാപ്പ് ചെയ്യും. എന്നിന് അയാൾ നമ്മുടെ ഷെന്നിന് ചേട്ടനെ പേടിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകും. കാരണം നമ്മുടെ ഷെന്നിന് ചേട്ടന് ഒരു വലിയ ബിസിനസ് എതിരി ഈ ജപ്പാൻകാരനാണ്. അങ്ങനെ അതേസമയം നമ്മുടെ സിയുടെ ഫേസ് കാണാൻ വേണ്ടി ഷെന്നും പുറത്തേക്ക് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. കാരണം അവൾ പെട്ടെന്നായിരിക്കും അവളുടെ ഫേസ് കേക്കിനകത്ത് മുക്കിയെടുത്തത്. അത് കാരണം ഷെന്നും അത് ആരാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. ഇത് കണ്ടതോടെ നമ്മുടെ സിയും പെട്ടെന്ന് അവിടെ നൈസിന് എസ്കേപ്പ് ആകുമ്പോഴാണ് അതിനേക്കാളും മെച്ചമായ നമ്മുടെ ഗൂടെ ഫ്രണ്ട് ഒന്ന് പെടുന്നത്. അതോടെ നമ്മുടെ ഗൂ മൊത്തത്തിൽ ഷോക്കാവും. പക്ഷെ അവളത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കാതെ പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോകും. ഇത് കണ്ടതോടെ ഗൂവും ഈ ഫേസ് ഞാൻ ഇതിനു മുമ്പ് വേറെ ഏതോ രൂപത്തിൽ കണ്ടിട്ടുണ്ടല്ലോ എന്നിന് അവനും ഡീപ്പായിട്ട് ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവനും നമ്മുടെ സി ഇതിനു മുമ്പ് ചെയ്ത എല്ലാ കാര്യം ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ അവനെല്ലാം പിടികിട്ടുന്നത് സത്യത്തിൽ അവളൊരു പെണ്ണാണെന്ന്. അതുപോലെ തന്നെ ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ സൂപ്പർ സ്റ്റാർ എങ്ങും പുറത്തു പോകാൻ പറ്റത്തില്ല. കാരണം ഷെന്നിന് ചേട്ടൻ ആ ജപ്പാൻകാരൻ വന്ന് പേടിപ്പിച്ച് കാരണം
ലേഡി സൂപ്പർ സ്റ്റാറിനെ ചുറ്റി ഫുൾ ബോഡി ഗാർഡ് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. പക്ഷേ സൂപ്പർ സ്റ്റാറിന് ഒരു ഫ്രീഡം കിട്ടാത്തതുകൊണ്ട് അവരുടെ ടീമേറ്റിനെ വിളിച്ചുകൊണ്ട് നൈസിന് അവിടെ നിന്ന് എസ്കേപ്പ് ആകും. അതേപോലെ തന്നെ ഇന്ന് ഗ്രൗണ്ട് വെച്ച് ട്രെയിനിങ് കൊടുക്കാതെ എല്ലാ സ്റ്റുഡൻസിനെ വിളിച്ചുകൊണ്ട് പുറത്തു പോകും. എന്നിട്ട് അവർ ഓരോരുത്തരെയും സെപ്പറേറ്റ് ടീമായിട്ട് ക്രിയേറ്റ് ചെയ്ത് റിയൽ ആയിട്ട് യുദ്ധം ചെയ്യുന്ന എങ്ങനെയാണെന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അതേ സ്ഥലത്താണ് നമ്മുടെ സൂപ്പർ സ്റ്റാറും അവരുടെ ടീമേറ്റിനെ വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇവരറിയാതെ തന്നെ ബാക്കി 2 ജപ്പാൻകാരും നമ്മുടെ സൂപ്പർ സ്റ്റാറിനെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി ഫോളോ ചെയ്തുകൊണ്ട് വരും. അപ്പോഴാണ് പെട്ടെന്ന് ബുള്ളറ്റിന്റെ സൗണ്ട് കേട്ട ഉടനെ ഇവരെല്ലാം അലേർട്ട് ആകും. അങ്ങനെ സ്റ്റുഡൻസ് എല്ലാം തിരിച്ച് ക്യാമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സിയും പോകുന്ന വഴിക്ക് ലീ മനഃപൂർവ്വം അവളെ കുഴിക്കാൻ തള്ളിയിടും. അങ്ങനെ അതോടെ അവൾക്ക് വലിയ ഇഞ്ചുറി പറ്റി. അതേസമയം ഇവരെല്ലാം തിരിച്ച് ക്യാമ്പിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ഗുവും സോങ്ങിനോട് എടാ സി എന്തിയെ അവൻ നിന്റെ കൂടെ അല്ലെന്ന് എന്നിന് അവനും തിരക്കുമ്പോഴാണ് ഇത് കേട്ട് അവനും അവൻ എന്റെ പുറലൊന്നും കാണുന്നില്ലല്ലോ എന്നിന് അവൻ പറഞ്ഞോടെ ഇത് കേട്ട് ഗുയും പെട്ടെന്ന് CNS ഇറങ്ങും. അതേസമയം നമ്മുടെ സൂപ്പർ സ്റ്റാറും ആ ജപ്പാൻകാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരുടെ ടീമേറ്റ് എല്ലാം പറഞ്ഞിട്ടിട്ട് സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഓടി ഒളിഞ്ഞോണ്ടിരിക്കും. അതുപോലെ തന്നെ ഗുയും നമ്മുടെ സി അന്വേഷിക്കുമ്പോൾ തന്നെ രാത്രിയാകും. പക്ഷെ നമ്മുടെ സി ആരുടെ സഹായം ഇല്ലാതെ അവൾ ആ കുഴിക്കകത്ത് നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് മഴ പെയ്യുന്ന കാരണം തെന്നി അവൾ അതിനകത്ത് തന്നെ ഇങ്ങനെ വീഴുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് ഒരു കൈ വന്ന് നമ്മുടെ സിയെ രക്ഷിക്കുന്നത്. അങ്ങനെ അതാരാ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ താഴെ എല്ലാവരും കമന്റ് ചെയ്യുക ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത യുദ്ധത്തിൽ കാണാം.